ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ആയിരുന്നു. എൻഡ്യൂറൻസ് ടാസ്ക് എന്ന മട്ടിൽ മോഡേൺ സിനിമാസ് ആണ് നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്മാർട്ട് ഗെയിം എന്ന നിലയിൽ റെട്രോ സിനിമ ടീമുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റെട്രോ സിനിമ ടീമിൽ പ്രജൻ, സുഭിക്ഷ, വിക്രം അവരൊക്കെയാണുള്ളത്. നമ്മുടെ മോഡേൺ സിനിമാസിൻ്റെ അകത്ത് സാന്ദ്രയും പാർവതിയും കമറുദ്ദീനും അവരൊക്കെയാണുള്ളത്. ഇന്ന് രാവിലെ തന്നെ സുഭിക്ഷ ഒരു പരാതിയുമായി വരുന്നുണ്ട്. എന്നെ അടിച്ചു മെതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ കണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാന്ദ്രേൻ്റെ കാലിന് മുകളിലേക്ക് കൈ ഇങ്ങനെ കയറ്റി വെച്ചു. അപ്പോൾ ഇതിങ്ങനെ തട്ടുന്നതായിട്ടാണ്. അതിനെ അടിച്ചു എന്നൊക്കെ പറയുന്നത് ലിറ്ററലി വിക്ടിം കാർഡ് ഇറക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൂടാതെ ബിഗ് ബോസ് എല്ലാവർക്കും ഈ ജ്വല്ലറി ആക്കാനും ഒരു ക്യാരക്ടറും കൊടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ആരും മര്യാദയ്ക്ക് കൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നില്ല. ഈവൻ ഈ സുഭിക്ഷ ആയിക്കോട്ടെ മര്യാദയ്ക്ക് ആ ക്യാരക്ടർ പിടിച്ച് പോകുന്നതായിട്ടേ കാണുന്നില്ല. അവിടെ അത്യാവശ്യം ആ ക്യാരക്ടറിൽ തന്നെ നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒന്ന് സാന്ദ്ര, ഒന്ന് വിക്രം. മറ്റുള്ളവരെല്ലാവരും ആ ക്യാരക്ടർ വിട്ടു പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈവൻ അമിത് അധികം മിണ്ടാത്തത് കൊണ്ട് ക്യാരക്ടർ വിട്ടുപോയി എന്ന് പറയാനും പറ്റില്ല. സോ മൊത്തത്തിൽ സുഭിക്ഷ ഈ വീക്കിൽ ഒരു ഫ്ലോപ്പ് പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. വിക്രത്തിൻ്റെ കൂടെ കൂടിയിട്ടാണോ ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഒന്നോടെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത വിചിത്രമായ പ്രശ്നം എന്ന് പറയുന്നത് ദിവ്യ ആതിരയും കൂടി ചേർന്നിട്ട് നമ്മുടെ ഗാനാ വിനോദുമായ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇരുന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട് ഗാനാ വിനോദിനോട്. ഗാനാ വിനോദ് അവിടെ നിന്ന് ഒരു ചെയർ എടുത്തിട്ട് അവരോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ കാലിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ചു. അതെന്തോ വലിയൊരു പ്രശ്നം പോലെയാണ് ആതിര സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ ഒരു പ്രശ്നവും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടവർക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അയാളുടെ കാലിൻ്റെ പൊക്കത്ത് കയറ്റി വെച്ച് സംസാരിക്കുന്നു. അതിലെന്താണ് തെറ്റ്? അത് ഞാൻ വീക്കെൻഡിൽ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആതിരെ, ഈ ശരിക്കും പറഞ്ഞ ആതിരേനെ എന്തിനാണ് ഈ രണ്ടാമത്തെ പ്രാവശ്യം കയറ്റി വിട്ടേ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് പുള്ളിക്കാരി ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ സെക്കൻഡ് ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ നന്നായി പെർഫോം ചെയ്യാൻ നോക്കും. ഇത് വന്നപ്പോൾ തൊട്ട് മേക്കപ്പ് മാത്രം, ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്നില്ല. എന്തിനാണ് കയറ്റി വിട്ടേ എന്ന് തോന്നിപ്പോയി. ഇന്നത്തെ ദിവസം ബിഗ് ബോസിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ കഴിഞ്ഞത്. അവർക്കൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പലരും ആ ക്യാരക്ടറിലേ ഇല്ലായിരുന്നു. ഓരോരുത്തരുടെ പേരെടുത്ത്, ഏകദേശം എല്ലാവരുടെ പേരെടുത്തും പറഞ്ഞു ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് നിങ്ങളെക്കുറിച്ച് എന്ന്. നിങ്ങൾക്കൊരു ക്യാരക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മുഴുനീളം ഫലിപ്പിക്കാൻ അറിയില്ലേ? കെവിനൊക്കെ വരുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഓരോ കണ്ടസ്റ്റൻസിനോടും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ കലിപ്പിലായിരുന്നു ബിഗ് ബോസ്. അതിനുശേഷം ഇവർ നന്നാവുന്നുണ്ടോ? ഇല്ല. വീണ്ടും അവരവരുടെ സ്വഭാവത്തിലേക്ക് പോയി ആ ക്യാരക്ടർ പിടിക്കാതെ എന്ന് പറയേണ്ടതായിട്ട് വരും. ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുളമാക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടസ്റ്റൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിലും അത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ തമിഴിലും അത് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ കഴിഞ്ഞത്. പിന്നെ രമ്യ എന്ന ക്യാപ്റ്റൻ ആയിക്കോട്ടെ, ബിഗ് ബോസ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കാൻ നടക്കുന്നു. ഇവർ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിൽ വാ എന്ന് പറയേണ്ട ഒരു കടമ എന്ന് പറയുന്നത് ക്യാപ്റ്റനുണ്ട്. അത് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ ബിഗ് ബോസ് അത് പറഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, മൊത്തത്തിൽ ഇല്ലെങ്കിലും. അതിനുശേഷം ഒരു ടാസ്കിലേക്ക് വിളിക്കുകയായിരുന്നു ഇവരെ. ഇന്നലെ ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു, അത് മോഡേൺ സിനിമാസ് ആണ് ജയിച്ചത്. ഇന്നൊരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു, അത് റെട്രോ സിനിമാസ് ആണ് ജയിച്ചത്. ഇപ്പോൾ 1-1. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ കയ്യിലും ആ നെക്ലസ്, അതായത് ടീമിൻ്റെ കയ്യിലാണ് ആ നെക്ലസ് എങ്കിൽ ഇതിൻ്റെ ബേസിസിലാണ് ഫലം വരിക. സോ ഈ ഗെയിമും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗെയിം കഴിഞ്ഞിട്ട് ഒരു കളി കളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ റെട്രോ ടീം എന്ന് പറയുന്നത്. അതാണ് ഞാൻ സ്മാർട്ട് ഗെയിം എന്ന് പറഞ്ഞത്. ഇവർ ആദ്യം നമ്മുടെ പ്രജനെയും സുഭിക്ഷേനെയും ഇറക്കി വിട്ടു. അതിനുശേഷം നമ്മുടെ വിക്രം ആ ഡോർ അടച്ചു പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ആ നെക്ലസ് കൈക്കലാക്കിയിട്ട് ഒരാൾ ആ നെക്ലസ് ഓടിപ്പോയി എടുത്ത് പാത്ത് വെക്കുന്നുണ്ട്. സോ അതൊരു നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ എല്ലാ സമയത്തും ആ ചില്ലുംകൂട്ടിൻ്റെ അകത്ത് എല്ലാവരും കയറി ഇരിക്കുന്നത് പോലെ ആയിട്ടാണ്. അപ്പം ഇവിടെ എന്തെങ്കിലും ഒന്നൊരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചാൻസ് ആയിരുന്നു. അത് അവർ യൂട്ടിലൈസ് ചെയ്തു മുതലാക്കി എന്ന് പറയേണ്ടതായിട്ട് തന്നെ വരും. പിന്നെ ഈ നെക്ലസിൻ്റെ മോഷണത്തെ ചൊല്ലി ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട് രമ്യ. അവിടെ രമ്യ എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അതായത് റെട്രോ ടീം ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ക്യാപ്റ്റൻ എന്ന നിലയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പാറു വീണ്ടും ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കാതെ പാറു എടുത്തു ചാടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്യാപ്റ്റൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം തരാമെന്ന്. അതൊന്നും കേൾക്കാതെ പാറു അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സംസാരം. അപ്പം വോയിസ് ഇങ്ങനെ കൂടിക്കൂടി വന്നു രമ്യേൻ്റെ. 1, 2, 3 പ്രാവശ്യമൊന്നും അല്ല പറയുന്നത്, ഇത് കുറേ പ്രാവശ്യം പറയുന്നുണ്ട് ഒന്നിരിക്കൂ എന്ന്. അപ്പോൾ കമറുദ്ദീൻ ശരിക്കും പറഞ്ഞാൽ പാറുവിനെ ഇരുത്താൻ വേണ്ടിയിട്ടാണ് എണീറ്റ് നിന്നത്. അപ്പോൾ കമറുദ്ദീനെ കണ്ടപ്പം രമ്യക്ക് ഭയങ്കരമായിട്ട് പ്രൊവോക്ഡായി കമറുദ്ദീനോട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു.
അത് കമറുദ്ദീൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ രമ്യയും കമറുദ്ദീനും തമ്മിലായി അടി. പാറു വന്നിട്ട് കമറുദ്ദീനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു, സംസാരിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് വിചിത്രമായ ആചാരങ്ങൾ എന്നേ പറയാനുള്ളൂ. സോ കമറുദ്ദീനും കൂടെ അവിടെ എഴുന്നേറ്റപ്പം ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റനും കമറുദ്ദീനും തമ്മിൽ നല്ല രീതിയിൽ അടിയായി. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രമ്യയാണെന്ന് അറിയാലോ അല്ലേ. സോ ഇവർ തമ്മിൽ അടിയായി. എന്നിട്ട് അവസാനം അതൊന്ന് അണഞ്ഞപ്പം അവർ വീണ്ടും സംസാരിക്കുന്നുണ്ട്. അവിടെ വിയാൻ ഒരു പോയിന്റ് പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച FJ ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് സംസാരിക്കണ്ടല്ലോ, ഇത് രമ്യ ആയതുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പാറുവിനോട് ചോദിക്കുന്നുണ്ട്. അതിന് പാറുവിന് ഒരു ഉത്തരവില്ല. അതിനുശേഷം ആ സമയത്ത് ദിവ്യ അവിടെ ഉണ്ടായിരുന്നു. ദിവ്യ പുറത്തേക്ക് എഴുന്നേറ്റ് പോകുന്നതായിട്ടാണ് കാണാനിടയായത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ദിവ്യയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. എന്നിട്ട് ദിവ്യ വന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിവ്യ നല്ല രീതിയിൽ വർത്തമാനം പറയുന്നുണ്ട്. അത് കമറുദ്ദീൻ ഏറ്റുപിടിച്ചു. അടുത്ത എസ്കലേഷൻ അവിടെ സംഭവിച്ചു. എന്നിട്ട് ഇവർ തമ്മിൽ നല്ല രീതിയിൽ വർത്തമാനം പറയുന്നുണ്ട്. കമറുദ്ദീൻ വായ വിട്ടു എന്നാണ് പറയുന്നത്. എന്തോ വായിക്കൊള്ളാത്ത എന്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതാണ് സംഭവം. എന്താണ് അതിൻ്റെ അർത്ഥം കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. സോ എന്തായാലും കമറുദ്ദീൻ്റെ വായിൽ നിന്ന് പലതും വരാണ്ടാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് ദിവ്യ അവിടെ കിടന്ന് നല്ല ഫോഴ്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ദിവ്യനെ. ദിവ്യ അവിടെ നിനക്ക് എന്താണ് പറയാനുള്ളത് പറ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൂടാതെ ദിവ്യേൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് കമറുദ്ദീൻ. 100 ദിവസമായിട്ട് ഞാൻ ഇവനോട് ഇതൊക്കെ സെറ്റിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് കമറുദ്ദീനെ 50 ദിവസമായിട്ടല്ലേ അറിയുള്ളൂ എന്ന് അറോറേനോടും കൂടെ പറയുന്നുണ്ട്. സോ ഇതിൽ നിന്ന് വ്യക്തമാണ് കമറുദ്ദീൻ്റെ ക്യാരക്ടർ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വായിൽ നിന്ന് തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. അറോറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ തുഷാറിനെ ഇഷ്ടമായിരുന്നു. ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് തുഷാർ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നുള്ള രീതിയിലാണ്. ഇന്ന് കമറുദ്ദീനോട് മനസ്സ് തുറന്നു. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൊമാൻസ് ഫീലിംഗ് തോന്നിയത് തുഷാറിനോടാണ് എന്ന്, അത് ഇന്നും എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്.